കൊല്ലുവിടാ, കൊല്ലും. ഒന്ന് വഴിയേറിയിൽ കെട്ടിത്തൂക്കും നിന്നെ തെണ്ടി. വഴിയേറിയിലോ? കാക്ക ഒത്തി കണ്ണൊക്കെ പൊട്ടിക്ക് ആരെങ്കിലും കാണാൻ വന്ന വൃത്തിയായിരിക്കും. എനിക്ക് പറയാനുള്ളത് കേക്ക്. കേട്ടടാ, ഇനി ഒന്നും കേൾക്കട്ടാ. ഇത്രയും നാൾ കള്ളം പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചില്ലേ? കള്ളു കുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും പെണ്ണു കൂട്ടിക്കൊടുത്തും നീ ഞങ്ങളുടെ കുട്ടികളെ വഴി എത്തിച്ചില്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്നെ തല്ലല്ലേ മുതലാളി? 5 ലക്ഷം രൂപയുടെ കണക്ക് എവിടാ തെണ്ടി? നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയാണോ? ഞങ്ങളെ പറ്റിച്ച കാശിന്റെ കണക്ക് എവിടാ? കൈ രണ്ട് പുറകെ കെട്ടിട്ടിട്ട് കണക്ക് വെച്ച് ഞാൻ എവിടുന്ന് കണക്കെടുത്ത് കാണിക്കും? 5 ലക്ഷം രൂപയല്ല, ബാക്കി 2 രൂപ 45 ലക്ഷ്മി ലക്ഷ്മി താഴെ വീണ കാല്. ഇവിടെ പെണ്ണുങ്ങൾ വരാറുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്. ഇല്ല. ഇല്ലേ? ഉണ്ട്. ഒറ്റയ്ക്ക് വരാറില്ല, പക്ഷെ ആണുങ്ങളുടെ കൂടെ വരാറുണ്ട്. എവിടെയുള്ള പെണ്ണുങ്ങളാണ്? ഇവിടെ എനിക്കറിയില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളാണെന്നാ പറയാം. എന്തിനാ വരുന്നേ? കമ്പൈൻ സ്റ്റഡി അല്ലേ? അവരിങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ മുറിയുടെ അകത്ത് ഒരു വാലടിച്ചുള്ളൂ. പിന്നെ 3 മണിക്കൂറത്തേക്ക് ഒരു അനക്കുമില്ല. എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു 5-8 തവണ വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടെ പോയി മുട്ടും, കാരണം അവര് ഒറ്റക്കാന്ന് വിചാരിക്കരുതില്ല. തന്ന കാശൊക്കെ എങ്ങനെയാണ് ചെലവായത്? അത് കോളേജ് ഫീസ് കൊടുത്തിട്ടുണ്ട്, പലചരക്കടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അനാമത്തെ ചെലവൊക്കെ ഉണ്ടല്ലോ. 5 ലക്ഷത്തിന്റെ ബാക്കി പിന്നെയും കാണണമല്ലോ. പിന്നെ കാണണമല്ലോ. അതല്ലേ ഞാനിപ്പോ 3 രൂപ 45 പൈസ ഇന്ത്യൻ മണിയെ. എത്ര? പിന്നെ ഒരു 5 പൈസ നാളെ തരാന്ന് പറഞ്ഞു. അത് ഞാനിപ്പോ അയ്യോ, മുതലാളിക്ക് അറിയോ? ചിലപ്പോ മാധവൻ കുഞ്ഞു പറയും ഗോവിന്ദ മോന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ. മറ്റു ചിലപ്പോൾ ലൂക്കമോൻ പറയും അജ്മലിന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ. എടുത്തില്ലെങ്കിൽ ആ മോനും തല്ലും ഈ മോനും തല്ലും. 2 പേരുടെയും തല്ലുകൊള്ളാതിരിക്കാൻ ഞാൻ 2 അക്കൗണ്ടിൽ നിന്ന് എടുക്കും. നമുക്ക് എന്ത് ജോലിക്ക് ഒരു ആത്മാർത്ഥമാണല്ലോ. ഇനി വേറൊരു കാര്യം, മുതലാളി തല്ലു പറഞ്ഞ് മുതലാളിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ അത്രക്ക് സിൻസിയർ. മതിയായി, എനിക്കെല്ലാം മതിയായി, എനിക്ക് മനസ്സിലായി. ആശാരെ നവന്മാര് വരുന്നുണ്ട്. ഇതെന്താണത്? വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. അയ്യാ, ഏതെങ്കിലും കൊടുക്കണേ. 10 പൈസ എന്തെങ്കിലും രാവിലെ മനുഷ്യൻ മെനക്കെടുത്താ കിട്ടിയാ? ഇപ്പൊ കിട്ടിയെന്നെ. സമയേ മഞ്ഞ നീലിട്ട ചുരിദാറിട്ട സുന്ദരമാരെ ചേച്ചിമാരെ എന്തെങ്കിലും തരണേ. ചേച്ചി, കണ്ണുകാണാൻ പാടില്ലാത്ത ഉമ്മയാണ്. ഒരു 5 രൂപ തന്നെ. 5 രൂപ തന്നെ വേണോ? 4 രൂപ എന്നാലും മതി. അയ്യടാ, വല്ലതും കിട്ടിയാ? കിട്ടിയേനെ. ഇപ്പൊ ഇതാ തെണ്ടുമ്പോ അന്തസ്സായിട്ട് തെണ്ടോടാ തേണ്ടി. ഞാൻ പിന്നെ മഞ്ഞു. അയ്യാ അയ്യാ, എന്തെങ്കിലും കൊടുക്കണേ. ഏട്ടാ, ഈ വയറ് നിങ്ങൾ കണ്ട? കഞ്ഞി കുടിച്ചിട്ട് 7 ദിവസമായി. ഇവനാണെങ്കിൽ പട്ടി കിടന്ന് പകുതിയായി. വായിന്നാണ് ചൊവ്വ നേരം ഉമിനീര് കൂടി വരുന്നുമില്ല. നല്ല വാളമ്പിളി നിന്നാ മതി, ഉമിനീര് താനേ വരും. ഞങ്ങൾ ഈ ഗതിയിലായ താൻ ഒരുത്തം കാരണ. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഒരു കുഞ്ഞ് തല്ലി മടുക്കുമ്പോ മറ്റേ കുഞ്ഞും തല്ലിക്കോ. ശരി, നിങ്ങൾ ചെയ്ത തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നിർത്തോ. നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോ? നശിപ്പിച്ച് നരകത്തിൽ തള്ളിയിട്ട് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? പട്ടിണി കിടന്ന് പഞ്ചറായി. ഇക്കണക്കിന് പോയാൽ ജീവിതത്തിന്റെ അവസാനം മരണമായിരിക്കും, അത് ഉറപ്പാ. ഓഹോ, ചീട്ടുകളി, കള്ളുകൂടി, പെണ്ണുകൂട്ടിക്കൊടുപ്പ്, കുറെ വേലകളൊക്കെ അറിയാലോ. ഒന്ന് വിട്ടുപോയി. എന്താണ് കള്ളമാറ്റി? ഇതൊക്കെ നല്ല വശമല്ലേ? ആരെങ്കിലും പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കൂ. കുഞ്ഞുങ്ങളെ, കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. ഞങ്ങളോട് ക്ഷമ. ഏതായാലും ഈ കാളകൾക്ക് ഒരു ചാൻസും കൂടി കൊടുത്തേക്കാം. കൊടുക്കാം, പക്ഷെ എന്തെങ്കിലും തെറ്റ് കണ്ട ആ നിമിഷം പടിക്ക് പുറത്താ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? പട്ടി പുറത്താണ്. പട്ടിയല്ല, പടിക്ക് പുറത്ത്. എടാ, കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി? മനസ്സിലായി. എന്ത് മനസ്സിലായി? പട്ടി പുറത്താണെന്ന്. അതെടുക്ക്. ഞാനെടുത്തോളാം. പഴം അവന്റെ കൊടുക്കണ്ട. അവന്റെ പഴം ഒരു വീക്ക്നെസ് ആണ്. തല്ലി തുറക്കാൻ വന്ന വാതിൽ താനേ തുറന്നിരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോ ചൊല്ലിയിരിക്കുന്നു. മുതലാളി, വാസു മുതലാളി, നമ്മളാ അലിയാര്. അല്ല, അലിയാരോ? എന്താണോ രാവിലെ ഒരു വരവ്?
ഒരു ചെലവിനേക്കാൾ നല്ലതല്ല മുതലാളി ഒരു വരവ്. തന്നെ ഞങ്ങൾ ചെലവ് തള്ളിയതാ, ആനക്കൊമ്പ് പറിക്കാൻ പോയ കേസ്. അല്ലാ, പടത്തോനെ ഏതാനന്റെ മുഖത്ത് കൊമ്പ് മുളച്ചാലും അലിയാർക്ക് പറയടി. ആഹാ, അലിയാടിക്കോ? എന്താ ഞങ്ങളെയൊക്കെ മറന്നോ? എങ്കിൽ പിന്നെ ഇപ്പം മയ്യത്തായി എന്ന് ചോദിച്ചാ പോരെ? അല്ല, നിങ്ങൾ പരീക്ഷ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്തിന്റെ പഠിപ്പാ? നിങ്ങൾക്ക് വേറൊരു പരീക്ഷ കൂടെയുണ്ട്, അത് പാസ്സായാലേ ജോലി കിട്ടൂ. പടച്ചോനെ, അതെന്ത് കൂത്താ? അപ്പൊ ഇത്രയും കാലം പഠിച്ചോന്ന് അവന്മാരെ കണ്ണുപെട്ടിട്ടില്ലേ? അതൊന്നും പോരാ അലിയാഴ്ക്ക, ഇനി 3 മാസം കൂടി പഠിക്കണം. ഇവിടെ ആവുമ്പോ എന്തിനും ഏതിനും വിളിച്ചോണ്ടിരിക്കും. പരീക്ഷ വരെ രാത്രി സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരു സ്ഥലം വേണോ അലിയാഴ്ക്ക? തന്നെയുമല്ല, ഇനി ഞങ്ങളുടെ കൂടെ ഒരു പുതിയ കുട്ടിയുടെ ഉണ്ട്, പഠിക്കാൻ വളരെ മിടിക്കുക, റസിയ. ഇതാണ് പറഞ്ഞ് പടച്ചോൻ ഓരോന്ന് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യം നടക്കാൻ വേണ്ടിയാ. നമ്മൾ ഇന്നലെ പത്രത്തിലൊരു പരസ്യം കണ്ട്, നമ്മൾ അമേരിക്കൻ അച്ചായന്റെ ബംഗ്ലാവ് ഹോസ്റ്റലാക്കിയിട്ടുണ്ട്. അതെവിടെയാ? ഇവിടെ അടുത്താ. എങ്കിൽ അലിയാഴ്ക്ക ചെന്ന് അതിന്റെ വിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ഓ, നമ്മൾ ആദ്യമേ പറഞ്ഞേക്കാം, ഇത് ഇവിടെ ഒന്നും താമസിക്കാൻ വേണ്ട സാധാരണ പാർട്ടീസ് അല്ല, വലിയ വലിയ ഹോട്ടലിൽ താമസിക്കാൻ സൗകര്യമുള്ള വീട്ടിലെ കുട്ടികളാ. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞങ്ങള് ചെയ്തോളാം. അല്ലടാ? പിന്നെ അത് ഞമ്മക്ക് അറിയൂടെ, നിങ്ങളും വലിയ തറവാട്ട് പറഞ്ഞ കുട്ടികളാണെന്ന്. അവര് എത്ര പേരുണ്ടാവും? അത് 4 അല്ലെങ്കിൽ 5. പിന്നെ കാറും ബംഗ്ലാവും നിറയെ ആനയൊക്കെ ഉള്ള കോടീശ്വരന്മാരെ മക്കളാ. കുട്ടികളാണെങ്കിൽ 50,000 രൂപ ശമ്പളം വാങ്ങുന്നവരാ. അവരുടെ എല്ലാ സൗകര്യങ്ങളും നോക്കിക്കോണം. അതെ. പിന്നെ ആഹാരം നല്ല 1-ാം തരം ആഹാരമായിരിക്കണം. അതിന്റെ പട്ടിക എന്താ വെച്ചാൽ അവര് വരുമ്പോ തന്നോളൂ. സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക, തുണി വീനൊക്കെ മോറി ഇസ്തിരിട്ട് കൊടുക്കുക എന്ന് വേണ്ട. അവർക്ക് ഒന്നിനൊരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. കേട്ടോ? കേട്ടു. അവരിവിടെ വരുമ്പോൾ തന്നെ അഡ്വാൻസ് തരുമല്ലോ? ഇല്ല. അതെന്താ? അതെ, ആദ്യം തന്നെ കുട്ടികൾക്ക് ഹാപ്പി ആണോ എന്ന് അറിയാൻ കുറച്ച് ദിവസം വേണമല്ലോ. 3 മാസത്തേക്കുള്ള തുക ഒന്നിച്ചേ തരൂ. ഇനി പിന്നെ ആദ്യം തന്നെ ആക്രാന്തം പിടിച്ച് കായി എന്ന് തന്നെ നിങ്ങൾ ഇടങ്ങാറുണ്ടാക്കരുത്. അവര് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് തുക കൂടുതലും തരും. അവര് തന്തമാരങ്ങനെയുള്ള മനസ്സിലായോ? പിന്നെ ഇങ്ങക്കൊരു ഉറപ്പിന് 3 മാസത്തെ അവധിക്ക് ഒരു വെറും ചെക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തേ? അലിയാരിക്ക ഉറപ്പ് തരുമ്പോ ഞങ്ങക്ക് വിശ്വാസ. പിന്നെ ഒരു കാര്യം, കുട്ടികൾ നല്ല സുന്ദരി കുട്ടികളാ, അവരോട് ഇടപെടുമ്പോ കുറച്ച് സൂക്ഷിക്കണം. അതെന്തിനാ? അതെന്താന്ന് വെച്ചാ അവരെ ലൈനടിക്കാനോ അവര് കളി പറയാനോ കൊഞ്ചാനോ നിങ്ങൾ തുനിയണ്ട. അവരുടെ തന്തമാരൊന്നും അതൊന്നും പൊറുക്കൂല. അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാനാണ് 3 മാസത്തെ തുക ഒന്നിച്ച് അവസാനം തരാന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ. അടി കിട്ടിയ ശേഷം അലിയാർക്കൊരു ക്ലൂ തന്നില്ല എന്ന് പറയരുത്. ആട്ടെ, നിങ്ങൾ ആഹാര കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ഇവിടെ? അതിനിവിടെ ചീഫ് കുക്കും 2 അസിസ്റ്റന്റും ഉണ്ട്. ഇത് ഞങ്ങളുടെ ചീഫ്. ഇതെന്താ ആസ്പത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന മാതിരി ഉണ്ടല്ലോ. ഇവരുടെ യൂണിഫോം അത്. ഇത് പത്രോസ് മുന്നാടൻ, 1-ാം തരം പാചകം. അതെ, എന്നാ പിന്നെ പത്രോസ് ഒന്നാടെന്ന് വരും. അത് സാറാമ ഗോൺസാൽവസ്. പെൺകുട്ടികളൊക്കെ താമസിച്ചു വരുന്നല്ലേ, ഒരു സെക്യൂരിറ്റിക്കാണ് സാറാമ. വളരെ ജോറായി, എനിക്ക് പെരുത്ത് ഇഷ്ടായി. ഉമ്മാരൊക്കെ എനിക്ക് വേഗം പിടിക്കും ചെയ്യൂ. ഞാൻ മാർക്കോസ്, കിച്ചന്റെ അകത്തെ മാനേജറാണ്. അല്ല, ഇതെന്താ ബാങ്കോ? എടാ മാർക്കോസ്, Yes. നീ കിച്ചന്റെ ഇന്റീരിയറിൽ ചെന്ന് ചട്ടിയും കലങ്ങൾ Yes, boss. വേഗം ചെല്ലു. Come soon. മിസ്റ്റർ പത്രോസ്, ആ പുതിയ ഡിഷ് പ്രിപ്പയർ ചെയ്തില്ലേ? പിന്നെ ഞാൻ ടെറസിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. ആ ഡിഷല്ല, കഴിക്കുന്ന ഡിഷ്. എന്റെ കർത്താവേ, അതിപ്പോ കരിഞ്ഞു കാണും. Run fast. നല്ല 1-ാം തരായിട്ട് നിങ്ങളെ സത്രം. സത്ര അല്ല അലിയാരിക്ക, ഗസ്റ്റ് ഹൗസ്. നിങ്ങളെ ചെക്കവിടെ പിടിച്ച് വെച്ചോളൂ. ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ ആളെത്തിച്ചു കൊടുക്കാൻ നമ്മളാ. ഇതിന് ഓടാനും മണ്ടാനും ആളെ കണ്ടുപിടിക്കാനൊക്കെ കുറെ ചെലവുണ്ട്. അത് നിങ്ങൾ എന്താ കണക്കാക്കി എനിക്ക് തന്നച്ചാ മതി. ഇരിക്കട്ടെ, ഇത് പോരാ. താങ്ക് യു. പിന്നെ പെൺകുട്ടികൾ നാളെ ഇവിടെ എത്തും. പത്രോസ് ഏട്ടാ, നമ്മുടെ ഗസ്റ്റുകൾ പറയുന്ന മെനു ഒക്കെ ഒന്ന് കുറിച്ചെടുക്കും. ശരി, പെട്ടെന്ന് വേണം. മാർക്കോസേ, ഞാൻ ആ തരുണിമണികളുടെ ലിസ്റ്റ് ഒക്കെ ഒന്ന് എടുക്കാം. ഞാനും വരാം. നീ വരണ്ട, അവിടെ നിന്നാ മതി. അപ്പൊ ഞാൻ 2ാമത് എടുത്താൽ മതിയല്ലേ? ബാബു ട്രാ ഈ ചെയറും.
എന്നാൽ ഇത് വലിയ ചതിയായി പോയി. നാണം കെട്ടുപോയി. കരണക്കുറ്റി നോക്കി ഓരോ പൂശങ്ങ് പൂശിയാലോ? ഒന്ന് പതുക്കെ പറടാ. എടാ, ഇപ്പൊ അങ്ങനൊക്കെ തോന്നും. 4 നേരം വല്ലതും തിന്നാനും കിടന്നുറങ്ങാനും ഒരു സൗകര്യം ഉണ്ടായല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി തൽക്കാലം. അതിനിപ്പോ എന്ത് പറ്റി? ഒരു ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യാൻ പഠിക്കണം. മനസ്സിലായടാ? എന്റെ മക്കളെ, കടലാസ് എഴുതി തീർന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ഒരുപാട് ഐറ്റംസാ. എന്റെ വേഗലമാതാവെ തിന്നാനായിട്ട് കുറെ എണ്ണത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജോലിയിലില്ല. സാറേ, ഓ എന്റെ സാറേ, രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കമൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പോ നമ്മളെ പോലെയായി. അതെന്താ പെട്ടെന്ന് വണ്ണം വെച്ചങ്ങ് ചീർത്തോ? ഓ അതല്ല, അവര് ലൈനായി, കരളുമായി. അവര് കെട്ടിപ്പിടിച്ച് സ്ലോ മോഷനിൽ ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അയ്യോ, വല്ല വയറ്റുവേദന വന്നിട്ട് പോയതായിരിക്കും. എന്റെ കർത്താവേ, അതിന് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ? എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം. അവരിത് ഇങ്ങനെ ക്ലോസ് ആയിരുന്നു. മനസ്സിലായ? എന്റെ കർത്താവെ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ. എന്റെ